ഞാൻ ഒഫീഷ്യലി സാരി എടുക്കുന്നത് എൻ്റെ കോളേജിൻ്റെ സെൻഡ് ഓഫിൻ്റെ അന്നാണ്. ഒരു ക്രീം കളറിൽ മെറൂൺ കളർ ബോർഡറൊക്കെ ആയിട്ടുള്ളൊരു സാരി. അമ്മയുടെ കയ്യിൽ ഇപ്പോഴും ആ സാരി കാണും. സാരി ഉടുക്കാൻ ഇഷ്ടമാണെങ്കിലും അധികം സാരികളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴാണ് പിന്നെയും കുറച്ച് സാരികളൊക്കെ വാങ്ങിച്ചത് ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം. എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ടുണ്ടാവും. കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് കോട്ടൺ സാരികളാണ് കേട്ടോ. അതാണ് എനിക്കിഷ്ടം. കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്ത് പെട്ടെന്ന് പോകാമല്ലോ. ഉടുത്ത ഉടുത്ത പോലെ ഇരിക്കുമല്ലോ കോട്ടൺ സാരികളാകുമ്പോൾ. ഞാൻ മാത്രമല്ല അനിയത്തി അങ്ങനെ തന്നെയാണ്. കോട്ടൺ സാരികളാണ് അവളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അമ്മ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തിനാ നിങ്ങൾ ഈ കോട്ടൺ സാരി ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നതെന്ന്. കോട്ടൺ സാരീസ് ഉടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ മഞ്ജു വാര്യർ ഹൗ ഓൾഡ് ആർ യു മൂവിയിൽ ഉടുക്കുന്ന ഒരു രീതിയിലാണ് പൊതുവേ ഉടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതെങ്ങനെയാണ് നീ ആ പ്ലേറ്റ് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുന്നത്? അവർക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഉടുക്കാൻ, പക്ഷേ അങ്ങനെ ഉടുക്കുന്നത് സെറ്റ് ആവുന്നില്ല എന്ന് പറയും. നീ ഒരു വീഡിയോ ചെയ്ത് കാണിക്ക്, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രചോദനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. കാഷ്വലായിട്ട് ഉടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഉടുക്കുന്നത് എനിക്ക് കുറച്ചുകൂടെ ഭംഗി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഏതായാലും സാരി ഉടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് ഷോ ഓഫ് നിർബന്ധമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാലയും കമ്മലൊക്കെ വലിച്ചു കയറ്റുന്നത് കേട്ടോ. 3, 4 വർഷം മുന്നേ വാങ്ങിച്ചതാണ് ഈ ഒരു സെറ്റ്. ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ വാങ്ങിച്ചതുപോലെ തന്നെ ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. മാല മാത്രം പോരല്ലോ ഷോ ഓഫിന്. കുറച്ച് വളയും കൂടി അങ്ങ് ഇട്ടേക്കാം. കുറച്ച് കുപ്പിവളകളൊക്കെ വലിച്ചങ്ങ് കയറ്റിയിട്ടിട്ടുണ്ട്. വളയും മാലയും സാരിയൊന്നും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും കിടക്കട്ടെ. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.